ഹേ വെൽക്കം ഗായ്സ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ടായ നന്ദിതയും പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും പറഞ്ഞു ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മാക്സിമം സ്ലോ സാവധാനത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്ദിത പറഞ്ഞു ഡിക്ഷണറിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിക്ഷണറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിക്ഷണറി എന്നറിയില്ലെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കാട്ടിലിട്ട് വെക്കുന്നതായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യുക. എവിടെയാണ് ഡിക്ഷണറീസ് ഉപയോഗിക്കാറുള്ളത്? ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കീ വാല്യൂസ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഡിക്ഷണറീസ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഡാറ്റ ലിസ്റ്റ് എന്ന വേരിയബിളിൽ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഹായ് ഹലോ എന്ന് പറയുന്ന 2 സ്ട്രിങ്സ് അസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓരോ വാല്യൂസും ഞാൻ ഫെച്ച് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഡിക്ഷണറിയിൽ അങ്ങനെയല്ല. നമുക്ക് ഓരോ വാല്യൂസിന് സ്വന്തമായിട്ടൊരു കീ വാല്യൂ അസൈൻ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ആ കീ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇപ്പം ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇൻഡെക്സ് ഓർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഡിക്ഷണറീസ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ഷണറിയിലേക്ക് എങ്ങനെയാണ് പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുക? അതിനായിട്ട് ഡാറ്റ എന്ന വേരിയബിളിന് num1 എന്ന കീക്ക് 1 എന്ന വാല്യൂവും num2 എന്ന കീക്ക് 2 എന്ന വാല്യൂവും num3 എന്ന കീക്ക് 4 എന്ന വാല്യൂവും അസൈൻ ചെയ്തു. പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതിനായിട്ട് ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ബാക്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പുതിയ വാല്യൂവിൻ്റെ കീ ഞാൻ കൊടുത്തു. അതിനുശേഷം അതിന് ഈക്വൽ ടു ആയിട്ട് പുതിയ വാല്യൂ ഞാൻ അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഡാറ്റ പ്രിൻ്റ് ചെയ്ത സമയത്ത് നമുക്ക് പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കിട്ടി. അപ്പം ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിക്ഷണറിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്? അതിനായിട്ട് ഡാറ്റ എന്ന വേരിയബിളിൻ്റെ ബാക്കിൽ ഓൾറെഡി അസൈൻ ചെയ്ത വാല്യൂവിൻ്റെ കീ ഇവിടെ കൊടുത്ത ശേഷം അതിന് ഈക്വൽ ടു ആയിട്ട് പുതിയ വാല്യൂ ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ num3ക്ക് ഞാൻ ഓൾറെഡി 4 എന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അത് മാറ്റിയിട്ട് ഹെലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്കാണ് ഞാൻ മാറ്റുന്നത്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് സക്സസ്ഫുള്ളി ആയിട്ട് നമുക്ക് num3 4 എന്ന വാല്യൂവിൽ നിന്ന് ഹെലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് മാറി. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് ഹെൽപ്പോ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എൻ്റെ JR കോഡിംഗ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ പോയിട്ട് വാട്സപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സ്റ്റേ സേഫ്.